अस्सलामुअलैकुम हेलो फ्रेंड्स वेलकम बैक टू विशास किचन। तो आज हम बनाने जा रहे हैं वाइट चिकन करी। ഞാനുണ്ടാക്കാൻ പോകുന്ന വൈറ്റ് ചിക്കൻ കറി. അതിന് വേണ്ടി ഞാൻ 2 തമ്പട്ട എടുത്തിന്. തമ്പട്ട ഇട്ടാലും മോശമില്ല, തമ്പട്ട ഇല്ലെങ്കിൽ ദൈ കൂടുതൽ ഇടണം. കുറച്ച് കൊത്തമീർ, പിന്നെ പച്ചമുളക് ഇടണം കൂടുതൽ. ചുവന്ന മുളക് പൊടി ഇടുന്നില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. വലിയ സ്പൂണെങ്കിൽ 1 സ്പൂണ്, ചെറിയ സ്പൂണെങ്കിൽ 2 സ്പൂണ്. പിന്നെ ഈ കോഴിക്കിട്ടിട്ട് മിക്സ് ആക്കി വേണം തൈര് പറിച്ച മസാല. പിന്നെ 1 മണിക്കൂർ അതിനെ വെക്കണം. എത്രയും നന്ന കൂടുതൽ വെച്ചാൽ നല്ലത്. പിന്നെ വൈറ്റ് പേപ്പർ ഇടണം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇല്ലേ, ബ്ലാക്ക് പേപ്പർ, അത് ഇട്ടാലും മോശമില്ല. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിന്, കസ്കസ് എടുത്തിന്, പിന്നെ ബദാം പറങ്ങാട്ട് എടുക്കണം. കൊപ്രയില്ലേ, കൊപ്രേൻ്റെ ഒരു ചെറിയ കഷ്ണം അതിനെ കുറച്ച് ചൂടാക്കിയിട്ട് ഇടണം. നന്ന വറുക്കാൻ പാടില്ല. പിന്നെ മിക്സറിലിട്ട് വിട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. നല്ല മൈ പോലെ അരയണം. 4 ഉള്ളി മുറിച്ചിട്ടെടുത്തിന് ഒരു സൈഡിൽ. അതിനെ ഒരു സൈഡിൽ ചട്ടി എടുത്തിട്ടില്ലേ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി കായം വെക്കണം. നന്ന കായം പാടില്ല. ചുവന്ന കളറാന്ന് തന്നെ, ഒരു പിങ്ക് കളറാന്നില്ല. അപ്പം നമ്മൾ പകുതി ഉള്ളി ഈ മസാല അരച്ചില്ലേ ഞാൻ അതിൽക്കിടണം. ഇത്ര കളറാവാൻ പാടില്ല, കുറച്ച് ബേ എടുക്കണം. ആ മസാലക്ക് ഇടണം. മസാലക്ക് ഇട്ടിട്ട് ഇറക്കണം. പിന്നെ ഞാൻ കോഴി ഇതാക്കുമ്പോൾ കുറച്ച് ഉള്ളി ഇല്ലേ, മസാല കിട്ടിയിട്ട് കുറച്ചുള്ളി വെക്കണം. അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ കോഴി മസാല തേച്ചിട്ട് വെച്ചിട്ടില്ല, കോഴിനേൽക്ക് വെള്ളത്തിയാക്കണം. പിന്നെ ഇത് നല്ല ഇത് കയ്യിലിട്ടുകൊണ്ട് വേണം, നല്ല വെള്ളം ഒഴിക്കാതെ. പിന്നെ കുറച്ച് കരച്ചപ്പിടണം. ഇതിലേക്ക് ഞാൻ മലായി ഇടണം. മലായില്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ടാലും മോശമില്ല. ഇട്ടിട്ട് മൈ പോലെ അരച്ചിട്ട് എടുക്കണം. എണ്ണയിൽ തന്നെ കുറച്ച് വേവിപ്പിക്കണം. പിന്നെ ഈ മസാല ഇട്ടാൻ കഴിയും. പിന്നെ മുമ്പ് ഇടാൻ കഴിയല്ല മസാല, എന്താ അടിക്കുടിക്കും. ബദാമെല്ലാം അരച്ചതല്ലേ. 1.5 സ്പൂണില്ലേ കൊത്തമ്പാരി പൊടി ഇടണം. അല്ല, മെല്ലെ സ്ലോ ആക്കിയിട്ട് വെക്കണം, മെല്ലെ ആക്കിയിട്ട് വെക്കണം ഗ്യാസ്. പിന്നെ മസ്ക ഇടണം, 50 ഗ്രാം മസ്ക ഇടണം. മസ്ക ഇട്ടിട്ട് മെല്ലെ ഇങ്ങനെ ഇതേമാതിരി എണ്ണ എല്ലാം മുളക്കുന്നില്ല. അപ്പം वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूलें।